ഇതില് വീൽ ചെയറിൽ പാഞ്ഞു പോകുന്ന ട്രെയിലറിലൊക്കെ നമ്മൾ കാണും. വീൽ ചെയറിൽ എനിക്ക് തോന്നുന്നു അത്ര എളുപ്പമല്ല അങ്ങനെയൊക്കെ ചെയ്യാന്നുള്ളത്. അതിന് ഭയങ്കര ഡിഫിക്കൽട്ടി ഇല്ലായിരുന്നു. വീൽ ചെയർ യൂസ് ചെയ്യാൻ വലിയ ബുദ്ധിമുട്ടുണ്ടായില്ല. പക്ഷെ ഈ സിനിമയുടെ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ഏരിയ അതാണ് പറഞ്ഞത്. രഞ്ജിത്ത് പേടിച്ചു എന്ന് പറഞ്ഞ സംഭവം ഞാനും എന്ന് വെച്ചാൽ സ്ക്രീൻ പ്ലേ ഉണ്ടായിട്ടും ഗണേഷ് ഇതിലേക്ക് എന്ന കഥാപാത്രം നമ്മൾ വീൽ ചെയറിൽ വെച്ച് ഒരു വ്യക്തിനെ പ്ലേസ് ചെയ്യുമ്പോൾ എന്തൊക്കെയായിരിക്കും ബുദ്ധിമുട്ടുകൾ നമുക്ക് അറിയേണ്ടായിരുന്നു. ഇപ്പൊ സാധാരണ ഇതിലൊരു ചെറിയൊരു കോറിഡോറിൽ ഞാൻ ഇങ്ങനെ പേടിച്ച് ഡയലോഗ് പറഞ്ഞ് ഓടിക്കൊണ്ട് പോകുമ്പോൾ ഞാൻ ഒന്ന് ഇങ്ങോട്ട് നോക്കി വീൽ ചെയർ എനിക്ക് അത്രയും കംഫർട്ടബിൾ പോയിട്ട് ഞാൻ ചുമരിൽ ഇടിക്കുക ചെയ്യണം. പിന്നെ നിങ്ങളത് പാർട്ട് ഓഫ് ദ സ്ക്രീൻ പ്ലേ വെച്ചു ആ പാനിക് സിറ്റുവേഷനിൽ അത് അങ്ങനെ സംഭവിക്കും എന്ന് വിചാരിക്കുന്നു. സാധാരണ രീതിയിൽ ചിലപ്പോൾ അങ്ങനെ ആവില്ലെന്ന് നമുക്കറിയില്ല. ഞാനും റെഫറൻസ് പോയിന്റ് വെച്ചില്ല. ഒരു വീട്ടിലേക്ക് കയറുന്ന സമയത്ത് ചെറിയൊരു ബാലൻസ് തെറ്റിയപ്പോൾ ഞാൻ ബാക്കിലോട്ട് വീണുന്നുണ്ടായിരുന്നു. എന്നോട് ഒരുപാട് ഈ വീൽ ചെയറിലിരിക്കുന്ന കുറച്ച് ചേട്ടന്മാർ എന്നോട് പറഞ്ഞത് അവർക്ക് ഭയങ്കര ഹേർട്ട്ഫുൾ ആയ സംബന്ധിച്ചാൽ അത് അയ്യോ ഉണ്ണിക്ക് എന്തെങ്കിലും പറ്റുമെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ പറയില്ല ചേട്ടാ, അത് വീൽ ചെയർ ഇങ്ങനെ ഡിസൈൻ അങ്ങനെ തല ഇടിച്ചില്ല എന്ന് പറഞ്ഞു. ഇതൊക്കെ ഞാൻ പറയാം ലൈഫിൽ സിമ്പിൾ കാര്യം എന്നിട്ട് നിങ്ങൾ നിങ്ങളുടെ വീട്ടിലേക്ക് കയറുന്ന സ്ഥലത്ത് ഉണ്ടാകുന്ന ആക്സിഡന്റ് ആണിത്. ദെൻ ദാറ്റ്സ് വെൻ ഐ റിയലൈസ് ദാറ്റ് ഒരു സിനിമ ചെയ്തിട്ട് വേണം എനിക്കിത് മനസ്സിലാക്കാൻ, എൻ്റെ ശ്രദ്ധ അങ്ങോട്ട് പോകാനും. ദാറ്റ് ഈ സൊസൈറ്റി പൂർണ്ണമായിട്ട് ഡിസൈൻ ചെയ്ത് നമ്മളെ പോലെ ആൾക്കാർക്ക് വേണ്ടിയാണ്. നമ്മൾ ഒരിക്കലും അത് അറിഞ്ഞുകൊണ്ട് ഇവരെ മാറ്റി നിർത്തിയതല്ല, ഇങ്ങനെ പറ്റിപ്പോയി എന്നാണ് ഞാൻ വിശ്വസിക്കാൻ ആഗ്രഹിക്കുന്നത്. ഈ സിനിമയിലൂടെ ഈ സിനിമ കണ്ടതിന് ശേഷം ഇനി വരാൻ പോകുന്ന പുതിയ കൺസ്ട്രക്ഷൻസ് അല്ലെങ്കിൽ എൻജിനീയറിംഗ് ഡിസൈൻസ് ഒക്കെ വരുമ്പോൾ ഡെഫിനറ്റ്ലി ഈ സിനിമ വിജയിച്ച് നാളെ സിനിമ വിജയിച്ച് വലിയൊരു വിജയമായി മാറും. ഈ സിനിമയിലൂടെ അങ്ങനത്തെ ഒരു വലിയൊരു മാറ്റം ഞാൻ പറഞ്ഞ ആർക്കിടെക്ട് സ്പേസിൽ തന്നെ ഉണ്ടാവും. ഇപ്പം ഞാനൊരു വീട് വെക്കുകയാണ്. ഇപ്പം എൻ്റെ വീട്ടിലൊരു വീൽ ചെയറിൽ കയറാനുള്ള ഒരാളില്ലാന്ന് ഇപ്പം ഞാൻ നോക്കുമ്പോൾ ഭാഗ്യത്തിന് എൻ്റെ ഒരു അണ്ടർഗ്രൗണ്ട് പാർക്കിംഗാണ്. സോ ദേ കൻ ഗൈഡിങ് ലിഫ്റ്റ് കയറാം, വീട്ടിലേക്ക് വരാം. പക്ഷെ നിങ്ങളുടെ വീട്ടിലൊരു ഒരു ഗസ്റ്റ്, ഒരു വീൽ ചെയറിൽ ഒരു ഗസ്റ്റ് വന്നിട്ട് ഓർമ്മയിലുണ്ടോ? ഇല്ല. നമ്മൾ ഓട്ടോമാറ്റിക്കലി നമ്മുടെ ഡിസൈൻ അല്ലെങ്കിൽ നമ്മൾ ജീവിക്കുന്ന സാഹചര്യത്തിൽ ഇവര് അകന്ന് പോവാണ്, നമ്മൾ വെക്കല്ല. പക്ഷെ ഈ സിനിമ കഴിഞ്ഞിട്ട് ഇങ്ങനത്തെ മാറ്റങ്ങളൊക്കെ സൊസൈറ്റിയിൽ ഉണ്ടാവട്ടെ എന്നാണ് എൻ്റെ ആഗ്രഹം. ആൻഡ് നായകനെ ഞാൻ സാധാരണഗതിയിൽ ഒരു നോർമൽ ഇപ്പം ഞാൻ നായകനായിട്ട് അഭിനയിക്കുന്ന സിനിമ ഞാൻ ഓടുകയാണെങ്കിൽ ഇവൻ വീൽ ചെയറിൽ ചേസ് ചെയ്യുന്നുണ്ട്, അവൻ വിട്ടുകൊടുക്കുന്നില്ല. എനിക്ക് അങ്ങനത്തെ ഒരു ഹീറോ ആയിട്ടാണ് ഇവരെ പ്രസന്റ് ചെയ്യുന്നത് ആഗ്രഹിച്ചത്. ഐ തിങ്ക് ബീൻ പ്രിറ്റി സക്സസ്ഫുൾ ആയിരുന്നു. നമ്മുടെ സൊസൈറ്റി ഭിന്നശേഷി സൗഹൃദമാണെന്ന് പറയുമ്പോൾ കൂടിയും ഇങ്ങനത്തെ ഓരോ കാര്യങ്ങൾ വേണ്ടി വരുന്നു അല്ലെ, അവർ എത്രമാത്രം ബുദ്ധിമുട്ട് അനുഭവിക്കുന്നു എന്ന് നമുക്ക്. അതെ, അത് എന്റെ വ്യക്തിപരമായ എന്റെ പരാജയമാണ്. അതായത് ഞാൻ വിചാരിച്ചത് ഞാനൊരു നല്ല ആളാണെന്ന് ഞാൻ വിശ്വസിക്കുന്നത്. എന്നെ കുറിച്ച് എനിക്കൊരു അഭിപ്രായം ഉണ്ടാവല്ലോ. അപ്പോൾ അത് ഈ സിനിമ ചെയ്തപ്പോൾ എനിക്ക് മനസ്സിലായി ഞാൻ അത്രയും വിചാരിക്കുന്ന അത്രയും നല്ലവരായ ആൾക്കാരല്ല. ബിക്കോസ് നോയിങ്ലി അൺനോയിങ്ലി തിങ്സ് ഹാവ് ജസ്റ്റ് എന്നവര് നമ്മുടെ ശ്രദ്ധയിൽ പെടാതെ പോയിട്ടുണ്ട്. പക്ഷേ ഈ സിനിമകൾ ചെയ്യില്ല. ഇപ്പൊ അജണ്ട, ഈ സിനിമയുടെ അജണ്ട എന്ന് ചോദിച്ചില്ലേ, ഇതാണ് അജണ്ട. ഈ പ്രൊപ്പഗൻഡ വെച്ചിട്ടാണ് സിനിമ ചെയ്യുന്നത്.